ദേശീയപാത 66 നിർമ്മാണത്തിൽ വീഴ്ചയിൽ നിർമ്മാണ കമ്പനിയായ അദാനി ഗ്രൂപ്പിന് താക്കീത്. വീഴ്ച തുടർന്നാൽ കരാർ ടെർമിനേറ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് കടക്കാനും കേന്ദ്രമന്ത്രി NHAI ചെയർമാന് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രി ഇക്കാര്യം ഷാഫി പറമ്പിൽ MP അറിയിച്ചു. വെള്ളം കെട്ടായി നിൽക്കുന്ന വാഹനങ്ങൾ ലൈനിൽ ഇങ്ങനെ കിടക്കണേ. ടൗണിന്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സും മറ്റു വാഹനങ്ങളൊക്കെയാണത്. കരിമ്പറിയ ഗ്യാപ്പിലൂടെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു അടിപൊളി കാഴ്ച. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വടകര ചോറോട് ഭാഗത്താണ്. ഇവിടുന്ന് നമുക്ക് അരിമ്പനപ്പാലം ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അപ്പൊ വടകര ടൗണിലുള്ള വർക്കുകളൊക്കെ കുറെ ആയി ഷൂട്ട് ചെയ്തിട്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് വേണം. തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്തിട്ട് കാണുക. കുറെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ നല്ല സപ്പോർട്ട് തരാറുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് തരാ, ലൈക്കും കമന്റ് ഒക്കെ ചെയ്യുക. ഇതാണ് ചോറോട് വന്നിട്ടുള്ള ROB പാലം. ഇത് എടുത്തു വെക്കുന്ന സമയത്തൊക്കെ ഞാൻ വരാൻ വിചാരിച്ചു, പക്ഷെ അന്നൊക്കെ മഴയൊക്കെ ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പോഴും മഴക്കൊന്നും ഒരു കുറവുമില്ല. അപ്പൊ വീഡിയോ ചെയ്യാതിരിക്കണ്ടെന്ന് വിചാരിച്ച് വന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇരുമ്പ് ഗർഡർ പാലം ഇങ്ങോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഇനി വടകര ടൗണില് വലിയ ബ്ലോക്കും വർക്ക് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടാണ് പോവാനുള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ടൗണിലേക്ക് സർവീസ് റോഡിന്റെ ഭാഗത്തൂടെയാണ് യാത്രകള്. സർവീസ് റോഡിലൂടെയുള്ള യാത്ര പറഞ്ഞാല് പാടത്തൂടെ പോകുന്ന ഒരു സ്ഥിതിയാണ്. ചളിയും മണ്ണും കല്ലും ഒക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടുന്നുള്ള ടൗണിലൂടെയുള്ള യാത്ര. നേരത്തെ പൊടിയായിരുന്നെങ്കിൽ ഇപ്പൊ ചളിയും മണ്ണും ആയി കിടക്കാണ്. ഇതാണ് ഇവിടെയുള്ള റെയിൽവേ ട്രാക്ക്. പാലം ഫുള്ളായിട്ട് എടുത്തു വെച്ച് നല്ല രീതിയിൽ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ മുൻവശത്തുള്ള റോഡിന്റെ വർക്കാണ് തീരാത്തത്. ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക എന്ന് വിചാരിച്ചിരുന്ന ഇതായിരുന്നു. ഇതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. റോഡ് വർക്ക് വാഗാട് നല്ലൊരു പണിയാണ് തന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോ കണ്ടൊരു കാഴ്ച കാണിക്കാണ്. ഇതാണ് ട്രെയിനിന്റെ ലൈന്, കറണ്ട് ലൈന്. ഇത് അടുത്താണ്. ഇപ്പോ ഇവിടെ ഇതാണ് ഞാൻ നിൽക്കുന്ന സ്പോട്ട്. കണ്ടില്ല, ഇത്ര അടുത്താണ് കറണ്ട് ലൈന് നിൽക്കുന്നത്. ഈ പാലം വന്നതോടുകൂടി ഇവിടെയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ഇനി മാറ്റങ്ങൾ വരുത്തോന്ന് അറിയില്ല. ഇവിടെ ഒരു വാളൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതാണ് പാലത്തിന്റെ താഴ്വശം. ഇങ്ങനെയാണ്. ഇതാണ് പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ. വാഹനങ്ങൾ കടന്നു വരുന്നത് കാണാം. വളരെ സ്ലോവിലാണ്. വടകര ഭാഗത്തേക്ക് ഉള്ള കാഴ്ച ഇതാണ്. കണ്ടില്ലേ, ഇവിടൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്താനുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ട പാലത്തിന്റെ ഭാഗത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. പഴയ റോഡിന്റെ ഭാഗം തന്നെയാണ് കാണുന്നത്. അതുവഴിയാണ് ഇപ്പൊ ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇനി ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്യാനുണ്ട്. സമയമെടുക്കും. അതുവരെ ഈ കാണുന്ന ദുരിതം അനുഭവിക്കേണ്ടി വരും നിങ്ങള്. ഒരു കണക്കിന് പഴയ റോഡ് തന്നെ മതി. പുതിയതായിട്ട് അവര് പൊളിച്ചു കഴിഞ്ഞാല് വേഗത്തിൽ അവിടെ ചളിയും കുഴിയൊക്കെ ആയി കിടക്കുകയാണ്. അപ്പോ ബ്ലോക്ക് കൂടാൻ സാധ്യത ഉണ്ട്. ഇപ്പം ഈ സൈഡിൽ ഇനി കാടും മണ്ണൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഉണ്ട്. വീതി കൂട്ടുന്ന വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ നിങ്ങൾ തുടക്കത്തില് വാർത്ത കേട്ടില്ലേ, അദാനി ഗ്രൂപ്പിനെ ഇങ്ങനെ കൂടുതൽ സമയം വൈകിക്കുകയാണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വടകര ഭാഗത്ത് വളരെ നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ MP ഒക്കെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറെ നാൾ മുന്നേ ചെയ്യുകയാണെങ്കിൽ വേഗത്തിൽ വർക്കുകൾ കഴിഞ്ഞിരുന്നു. ഇപ്പോഴാണ് അവരൊക്കെ നോക്കുന്നത്. PT റോഡ് ജംഗ്ഷൻ ഭാഗത്ത് വന്നിട്ടുള്ള അണ്ടർപാസ് ഫ്ലൈ ഓവർ, ഒരു ചെറിയ ഫ്ലൈ ഓവർ അതിന്റെ താഴ്വശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് റോഡ്. വേണ്ട, ഈ റോഡിന്റെ ഈ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ചെറിയ ഒരു ഫ്ലൈ ഓവറാണ്. ഇവിടുന്ന് അങ്ങോട്ട് വടകര ടൗണിലേക്ക് പോകുന്നവർക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ സർക്കസ് പഠിച്ചവരായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ വർക്കേഴ്സ് കമ്പിയൊക്കെ മുറിക്കുന്ന ആകെ ഈ കാണുന്ന വർക്കേഴ്സാണ് ഉള്ളതെന്ന് തോന്നുന്നത്. വേറെ ആരും കണ്ടില്ല. ഇവിടെ ആണ് അവരെ ക്യാമ്പിങ് ഏരിയ. കണ്ടില്ലേ, മെറ്റല് ഇതൊക്കെ എവിടെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഇവിടെ വർക്കേഴ്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പേര്. ഇവിടെ നോക്കാനും പറയാനൊന്നും ആളില്ലാത്തതുകൊണ്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത്.
അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇനിയുള്ള യാത്ര ഒരു സർക്കസ് പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത്. ഈ വാഹനം ഇതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട്. മണ്ണ് കൂടി നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ വാഹനം ഇതില്ലെങ്കിൽ ഈ റോട്ടിലൂടെ യാത്ര ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അത്രക്കും പ്രയാസമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര. വടകര ടൗണിലൂടെ എല്ലാ ഭാഗത്തും ചളിക്കുളമായി കിടക്കാണ്. കണ്ടില്ല, ബേബി ഹോസ്പിറ്റലാണ് കാണുന്നത്. അതിൻ്റെ ഭാഗത്തൊക്കെ അവിടെ ഒരു വലിയൊരു കുഴി പോലെയാണ് ആ ഭാഗത്തൊക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത് കയറി കഴിഞ്ഞാൽ ആശാ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്ത് വേറൊരു കുഴി. അങ്ങനെയാണ് ഇവിടുത്തെ റോഡിൻ്റെ ഒരു അവസ്ഥ. വടകര ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കരിമ്പനപ്പാലം ഭാഗത്തേക്ക് പുതിയതായിട്ട് ഫ്ലൈ ഓവർ ഒക്കെ വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത കേട്ടിരുന്നു. അപ്പൊ അറിയുന്നവർ കമന്റ് ചെയ്യാം. അപ്പൊ ഈ ഭാഗത്തൊക്കെ ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തലാനായിരിക്കും. അപ്പൊ ഇവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു വർക്കുകളൊന്നും കാണുന്നില്ല. എന്താണ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതാണ് ബേബി ഹോസ്പിറ്റല്. അവിടുന്ന് ഒരു താഴ്ന്ന ഒരു ഭാഗമാണ്. അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ലോറിയൊക്കെ കണ്ടില്ലേ. അവിടേക്ക് അങ്ങോട്ട് വർക്കൊന്നും മാറ്റങ്ങളൊന്നും ഇല്ല, അതുപോലെ തന്നെ കിടക്കുകയാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതാ ഡ്രെയിനേജിന്റെ വർക്കുകൾ കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം മാത്രം ടാറിങ് കഴിഞ്ഞൊരു ഭാഗം കാണാം നമുക്ക്. അതിൽ തന്നെ ഡ്രെയിനേജിന്റെ വർക്ക് അവിടെ കഴിഞ്ഞ് ഇനി അവിടെ സർവീസ് റോഡിന്റെ വർക്ക് വരാനുണ്ട്. ഈ സൈഡിലും സർവീസ് റോഡിന്റെ വർക്കുകൾ വരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകൾ വരാനുണ്ട്. അതിന്റെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇങ്ങനെയാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് താഴ്ന്നൊരു പഴയ റോഡിന്റെ ഭാഗങ്ങള്. ആ ബസ്സൊക്കെ പോകുന്ന ഇപ്പൊ കാണാം. കണ്ടില്ല, അത്രയും താഴ്ചയുണ്ട്. ബസ് പോലും കാണാത്ത രീതിയിലുള്ള ഒരു ഇറക്കാണ് അവിടുന്ന് അങ്ങോട്ട്. ആ ഭാഗത്തെ കയറ്റത്തില് ഇപ്പോ ആ ലോറി കയറി പോകാന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് കാണാം. ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആശ ഹോസ്പിറ്റലൊക്കെയാണ് ആ ഭാഗത്തുള്ളത്. അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ വരുന്ന ഭാഗത്തുള്ള വർക്ക് ഇതാണ്. അപ്പൊ നിങ്ങള് ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് കാണട്ടെ. വീണ്ടും പറയണേ, ഇവിടെയൊക്കെ വന്ന് വീഡിയോ എടുത്തിട്ട് 1000-2000 ഒക്കെ ആളുകളുടെ വ്യൂ ഉള്ളൂ. അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യാത്തത്. അപ്പൊ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് പറയുന്നത്. ലൈക്കും കമന്റൊക്കെ ചെയ്യുക. മണ്ണ് നിറക്കാനുള്ള വർക്കാണ് ഇനി വരാനുള്ളത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റങ്ങളോ ഒന്നും കാണുന്നില്ല. മഴ ആയതുകൊണ്ട് മണ്ണെടുക്കുന്ന വർക്കുകളൊക്കെ ആകെ സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇവിടെ എവിടെയും കാണുന്നില്ല. അപ്പൊ ഇനി ടൗണിന്റെ ഭാഗത്തേക്കാണ് ഇനി നമുക്ക് പോവാനുള്ളത്. ടൗണില് ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ കുറെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. പുതുതായിട്ടുള്ള വർക്കുകൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് അവിടെ പോയി നോക്കാം. ടൗണിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോ ഒരു മാറ്റവും ഇല്ല, അതുപോലെ കിടക്കാണ്. എന്ന് ഏകദേശം ഒരു മാസം 2 മാസമായിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട്. അതിന്റെ ഒരു മാറ്റവും വന്നിട്ടില്ല, അതുപോലെ തന്നെയാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇവിടെ മണ്ണിട്ട ഭാഗം ഇപ്പൊ കാണുന്നത്. ഒരു ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട്. വളരെ കറക്റ്റായിട്ട് മണ്ണ് ഇറങ്ങിപ്പോയി, നല്ല ഫില്ലായിട്ടുണ്ട്. മഴ പെയ്തതോടെ പൊടി പോയി ഇപ്പൊ ചളിയായി. അതാണ് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം. നേരത്തെ ഭയങ്കരമായിട്ടുള്ള പൊടിയായിരുന്നു. ഇപ്പോ മഴ വന്നതോടെ ചളിക്കുളമായിട്ടുണ്ട്. അതാണ് വടകരയിൽ വന്നിട്ടുള്ള പുതിയ മാറ്റം. അതാണ്. നമുക്കിനി മുൻവശത്ത് പോയി നോക്കാം ആ ഭാഗത്തേക്ക് എങ്ങനെയാണെന്ന്. ഇവിടെ ഒരു അണ്ടർപാസ്. ഈ അണ്ടർപാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്താനുള്ള ഭാഗം. അവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവർ. കണ്ടില്ല, ഒരു മാറ്റവും ഇല്ല, അതുപോലെ തന്നെ കിടക്കാണ്. പഴയ സ്ലാബും കാര്യങ്ങളും ഒക്കെ അതുപോലെ ചളിയായിട്ട് കിടക്കുന്നല്ലാതെ ഒരു മാറ്റവും ഇല്ല. മണ്ണ് ഇടാത്തത് കൊണ്ട് ഇവിടെ മണ്ണ് എടുത്ത ഭാഗങ്ങൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വടകര വീഡിയോ ചെയ്യുമെന്ന് കുറെ പ്രവാസി സുഹൃത്തുക്കൾ ഇങ്ങനെ കമന്റ് ചെയ്യാറുണ്ട്. ഇതാണ് കണ്ടോളൂ, വടകരന്റെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വടകര ഭാഗത്തുള്ള ആളുകൾ കുറെ പ്രയാസപ്പെട്ടാലും അവർക്ക് അതിനു വേണ്ടി വലിയൊരു നല്ലൊരു കാര്യം വരുന്നത് എന്താ പറഞ്ഞാല്
മറ്റ് ടൗണുകളിലൊന്നും കാണാത്ത അത്രയും വലിയ നീളത്തിലുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഇവിടെയുള്ള ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടും. വേറെ എവിടെയും ഇത്രയും നീളത്തിൽ ടൗണിലൂടെ കടന്നു പോകുന്ന സ്ഥലത്തൊന്നും ഇത്രയും വലിയ ഫ്ലൈ ഓവർ ഇല്ല. കുറച്ച് ഭാഗത്ത് ഫ്ലൈ ഓവർ കൊടുക്കുന്നു, വീണ്ടും പിന്നെ മണ്ണിട്ട് ഉയർത്തി എങ്ങനെ ഉള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വടകരക്കാർക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം, കുറച്ച് വെയിറ്റ് ചെയ്താലും. അപ്പോൾ ഇനി വേഗത്തിൽ ബാക്കിയുള്ള വർക്കുകൾ തീർത്ത് കഴിഞ്ഞാൽ ഇതുവഴിയുള്ള യാത്ര വേറൊരു അനുഭവം തന്നെ ആയിരിക്കും. താഴെയുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ താഴെ ഭാഗത്ത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പൊ കേന്ദ്രമന്ത്രി ഇടപെട്ടത് കൊണ്ട് വലിയ മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഒരു വർക്കുകളും ചെയ്തിട്ടില്ല. ഫ്ലൈ ഓവറിന്റെ വർക്കുകൾ നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്ത് അതുപോലെ ചെയ്ത് അവിടെ നിർത്തിയതാണ്. പുതിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ടൗണില് ഇപ്പൊ ഈ വർക്കിന് ആവശ്യമായിട്ട് ക്ലിയർ ചെയ്ത ഭാഗത്ത് കുറെ വാഹനങ്ങൾ നിർത്തിയത് കാണുന്നുണ്ട്. ഈ വാഹനങ്ങളൊക്കെ ഇനി ടൗണിൽ ഈ ഹൈവേന്റെ വർക്ക് കഴിഞ്ഞാൽ എവിടെ ആയിരിക്കും നിർത്താന്ന് അറിയില്ല കേട്ടോ. അത്രയ്ക്കും വാഹനങ്ങൾ ടൗണിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതുവഴി ആയിരിക്കും ഇവിടെ സർവീസ് റോഡ് വരാനുള്ളത്. പക്ഷേ സർവീസ് റോഡിന്റെ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, ഇവിടെ മണ്ണെടുത്ത ആ കുഴി പോലെ അതുപോലെ കിടക്കാണ്, ചളിക്കുളായി കിടക്കാണ്. ഒരു മാറ്റങ്ങളും വന്നിട്ടില്ല. അപ്പൊ ഇവിടുന്ന് കരിമ്പനപ്പാലം മുതൽ ആ കാണുന്ന ഫ്ലൈ ഓവറിലേക്ക് വീണ്ടും പുതുതായിട്ട് ഫ്ലൈ ഓവറിന്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഒരു ഇത് കേട്ടിരുന്ന്. അതിൻ്റെതായിട്ടുള്ള വർക്കുകളൊന്നും കാണുന്നില്ല. ആ ഭാഗത്ത് കുറച്ച് മെഷീനറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. അല്ലാതെ വർക്കൊന്നും ചെയ്യുന്നത് കണ്ടില്ല. അപ്പൊ നമുക്കിനി ഫ്ലൈ ഓവറിന്റെ താഴ്ഭാഗം ആ ഭാഗത്തൊന്ന് പോയി നോക്കാം. മഴ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് ഇറങ്ങിയതാണ്. ഇപ്പൊ ഫുൾ ടൈം മഴയാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത്രയും ദൂരം ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ മഴ ആയിരിക്കും, അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റൂല. അതിൽ നിന്ന് വീഡിയോ എടുത്തു പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സും ഫോളോ വ്യൂ ഒക്കെ ആയതുകൊണ്ടാണ് കൂടുതൽ വീഡിയോ എടുക്കാൻ വരാത്തത്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക. ഇതാണ് ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് വന്നിട്ടുള്ള ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. തിരുവള്ളൂര് പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന റോഡാണത്. ഇതിന്റെ ഭാഗത്താണ് ഇവിടെ ഒരു ജംഗ്ഷൻ പോലെ ഉള്ള ഒരു ഭാഗം. ബസ് സ്റ്റാൻഡ് അങ്ങോട്ട്. അപ്പൊ ഇനി നമുക്ക് കരിമ്പനപ്പാലം ഭാഗത്തേക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അതാ പോകുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ്, ഒരു ബസ് ഇവിടെ ഓവർടേക്കിംഗ് ചെയ്യാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നത്. ഇവിടെ ഡ്രൈനേജിന് കുഴിച്ച കുഴീന്റെ സൈഡിൽ ഭാഗത്തേക്കാണ് വീണിട്ടുള്ളത്. അപ്പൊ ആളുകൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വലിയ ബ്ലോക്ക് ഉണ്ടായി, കുറെ സമയം ഇവിടെ ക്യൂല് നിൽക്കേണ്ടി വന്നു. അങ്ങനെ മുന്നിലേക്ക് വന്ന് നോക്കുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അപ്പൊ ബസ് റോഡ് ബ്ലോക്ക് ആക്കി എല്ലാവർക്കും ഒരു പണിയും കൊടുത്തിട്ട് ബസ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മുന്നിലുള്ള ബാക്കിയുള്ള കാഴ്ചകൾ നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഫൈലിംഗ് മെഷീനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ വർക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫൈലിംഗ് ഒക്കെ ചെയ്ത് ഫ്ലൈ ഓവർ വരും എന്നാണ് തോന്നുന്നത്. ബസ് സൈഡ് ഇറക്കിയതാണ് സംഭവം. പണി കിട്ടിയിട്ടുണ്ട് ബസ്സിന്. ഇവിടെയൊക്കെ റോട്ടിലൊക്കെ ചളിയാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടന്നു പോയിട്ട്. അപ്പൊ നമ്മൾ പിടിച്ച ഭാഗത്തേക്ക് ബസ്സും ഏത് വണ്ടി കിട്ടൂല, തെന്നി പോവാനൊക്കെ സാധ്യത ഉണ്ട്. അതൊക്കെയാണ് സംഭവിച്ചത്. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴുള്ള കാഴ്ച ഇതാണ്. ഇവിടെ ഇങ്ങനെ മണ്ണ് നീക്കിയ ഒരു ഭാഗം തന്നെയാണ്, മണ്ണ് കൂട്ടിയിട്ട ഒരു ഭാഗങ്ങള് വെള്ളം കെട്ടായി നിൽക്കുന്ന വാഹനങ്ങൾ ഇതാ ലൈനിൽ ഇങ്ങനെ കിടക്കാണ്. ടൗണിന്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സും മറ്റു വാഹനങ്ങളൊക്കെയാണത്. കരിമ്പനപ്പാലം ഭാഗത്ത് അവിടുന്ന് ടൗണിന്റെ ഭാഗം വരെ നല്ല ബ്ലോക്കാണ്. കണ്ടില്ലേ, വാഹനങ്ങൾ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ കിടക്കാണ്. മണിക്കൂറുകൾ കഴിയും ഈ വടകര ടൗണ് കടന്നു പോകാന്. വലിയ പ്രയാസം തന്നെയാണ്. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് കരിമ്പനപ്പാലം ഭാഗത്ത് വന്നിട്ടുള്ള ആ തോടിന്റെ മുകളിൽ വരുന്ന ഒരു പാലത്തിന്റെ വർക്ക് അവിടെ പകുതിയായിട്ട് കിടക്കാണ്. ഇവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിന്റെ ഭാഗത്ത്
വർക്കുകള് അതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. ആ ഭാഗത്ത് ഇപ്പൊ കണ്ട ആ ഭാഗത്താണ് ബ്ലോക്ക് കൂടുതൽ. ആ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകാൻ അവിടെ ഒരു ചെറിയ സർവീസ് റോഡിന്റെ ഭാഗം വീതി കുറവാണ്. അതുവഴി ഈ കാണുന്ന വാഹനങ്ങളൊക്കെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വർക്കേഴ്സ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. കുറച്ചാളുകളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള അണ്ടർപാസ്. ഇതൊക്കെ നേരത്തെ തന്നെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വലിയ ബ്ലോക്കാണ്. ഇനി മണ്ണിട്ട് ഉയർത്താനുള്ള ഒരു ഭാഗം ഇതാണ്. ഈ ഭാഗം കാണുന്ന ഈ ഗ്യാപ്പിലാണ് മണ്ണിട്ട് ഉയർത്താനുള്ളത്. ചില ബസ്സേര് ഈ ഭാഗത്തൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ കണ്ടില്ല എങ്ങനെയാണ് വെള്ളം കെട്ടായി കിടക്കുകയാണ്. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ സ്ലാബുകളൊക്കെ കൂട്ടിയിട്ട് ആ ഒരു സ്ലാബ് സ്റ്റോക്ക് ചെയ്തൊരു ഭാഗം അവിടെയാണ്. ഇതാണ് ഈ സൈഡിലുള്ള സർവീസ് റോഡിന്റെ ഭാഗം. കുറച്ച് വാഹനങ്ങളൊക്കെ ഇതുവഴിയൊക്കെ കടന്നു വരുന്നുണ്ട്. എങ്ങനെയാണ് വരുന്നത് അറിയില്ല. ആ ഭാഗത്ത് അവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്, അതിലൂടെ ഒക്കെ കയറി വരുന്നുണ്ട്. ഇവിടെ സർവീസ് റോഡിന്റെ ഒരേ സൈഡിലൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് വലിയ ബ്ലോക്ക്. അവിടെ വീതി കുറവാണ്, അതുകൊണ്ടാണ്. പാലത്തിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പാലാണ്. ഇതിന്റെ സൈഡില് സർവീസ് റോഡ് ആ ഭാഗത്ത് മാത്രമാണ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്ത് കഴിയാത്തോണ്ടാണ് വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ആ തോടിന്റെ മുകളിൽ വരുന്നതാണ്. ഇതാണ് തോട്. ഇതിന്റെ ഒരു സൈഡിൽ മാത്രമാണ് ഇപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മണ്ണിട്ട് നിറച്ച് കൊണ്ടുപോയി വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് മുൻവശത്തും അങ്ങനെ തന്നെ കിടക്കുക. അപ്പൊ വടകര ഇങ്ങനെയാണ് മക്കളെ. കണ്ടില്ലേ, ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്നത്. ഇതാണ് ഇവിടെയുള്ള തോട്. തോടിന്റെ ഈ സൈഡിൽ മാത്രമാണ് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി ആ ഭാഗത്ത് ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. ഒരുപക്ഷെ വേഗത്തിൽ അവർക്ക് സർവീസ് റോഡിന്റെ വർക്ക് തീർത്ത് കഴിഞ്ഞ് അതിൽ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇത്രയും ബ്ലോക്ക് ഉണ്ടാവില്ല. ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ഇത്രയും ഭാഗത്ത് ഒരു വർക്കും ചെയ്തിട്ടില്ല. കണ്ടില്ലേ, എങ്ങനെ കമ്പി പൊങ്ങി കിടക്കാന്നല്ലാതെ ഒരു വർക്കും ഈ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. അത്രയും വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് ബ്ലോക്കിൽ പെട്ട് കിടക്കണേ. ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. നല്ലൊരു അടിപൊളി കാഴ്ച. ബ്ലോക്കും ട്രെയിനും എല്ലാം കൂടെ. അപ്പൊ ഇതാണ് നമ്മളെ വടകര ഭാഗത്തു നിന്നുള്ള ഒരു കാഴ്ച. പുതിയൊരു അപ്ഡേറ്റ്. അപ്പൊ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.